ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. NCC ക്യാമ്പിനിടെ ഭക്ഷ്യവിഷബാധ, 75 വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ, പ്രതിഷേധവുമായി രക്ഷിതാക്കൾ. കൊച്ചി. NCC 21 കേരള ബറ്റാലിയൻ ക്യാമ്പിൽ ഭക്ഷ്യവിഷബാധയെ തുടർന്നു 75 കേഡറ്റുകളെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. 3 ആശുപത്രികളിലായാണ് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചത്. തൃക്കാക്കര KMM കോളേജിലെ ക്യാമ്പിലാണ് സംഭവം. ഇതേ തുടർന്ന് NCC ക്യാമ്പ് നടക്കുന്ന തൃക്കാക്കരയിലെ കോളേജിനു മുന്നിൽ രക്ഷിതാക്കൾ പ്രതിഷേധിച്ചു. രക്ഷിതാക്കൾ ക്യാമ്പിന്റെ ഗേറ്റ് തള്ളിത്തുറന്ന് അകത്തു കയറി. കുട്ടികൾക്ക് നൽകിയത് മോശം ഭക്ഷണമെന്ന് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ആരോപിച്ചു. കുട്ടികൾക്ക് കുടിവെള്ളം നൽകിയില്ലെന്നും ആരോപണമുണ്ട്. ക്യാമ്പ് അധികൃതർ കൃത്യമായ വിവരം നൽകുന്നില്ലെന്ന് രക്ഷിതാക്കൾ ആരോപിച്ചു. കുട്ടികൾക്ക് നിർജ്ജലീകരണമാണ് സംഭവിച്ചെന്ന് NCC 21 കേരള ബറ്റാലിയൻ പ്രതികരിച്ചു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ക്യാമ്പിലെത്തി സാമ്പിളുകൾ ശേഖരിച്ചു. തൃക്കാക്കര MLA ഉമ തോമസ് NCC ക്യാമ്പിലുള്ള കുട്ടികളുമായി സംസാരിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് തൃക്കാക്കരയിലെ NCC ക്യാമ്പ് അവസാനിപ്പിച്ചു. തിങ്കളാഴ്ച ഉച്ചഭക്ഷണത്തിനു ശേഷമാണ് കൂടുതൽ പേർക്ക് അസ്വസ്ഥത തുടങ്ങിയതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. വൈകിട്ടോടെ ഒട്ടേറെ പേർ ക്ഷീണിതരായി തളർന്നു വീണു. പോലീസ് വാഹനങ്ങളിലും ആംബുലൻസുകളിലുമായാണ് വിദ്യാർത്ഥികളെ ആശുപത്രികളിലേക്ക് മാറ്റിയത്. കൂടുതൽ പേർക്കും കഠിനമായ വയറുവേദനയാണ്. ചിലർക്കു ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടു. രാത്രിയോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 48 പേരെ പ്രവേശിപ്പിച്ചു. സൺറൈസർ ആശുപത്രിയിൽ 7 പേരും B&B ആശുപത്രിയിൽ 2 പേരുമുണ്ട്. ഈ മാസം 20-നാണ് ക്യാമ്പ് തുടങ്ങിയത്. ഞായറാഴ്ചയും ഏതാനും പേർക്ക് അസ്വസ്ഥതയുണ്ടായതായി കേഡറ്റുകൾ പറഞ്ഞു. ഞായറാഴ്ച ഉച്ചയ്ക്ക് ഊണിന് മീൻകറിയും മോരുമുണ്ടായിരുന്നു. ഇത് കഴിച്ചതിനു ശേഷമാണ് അസുഖമുണ്ടായതെന്ന് പറയപ്പെടുന്നു. ക്യാമ്പിലാകെ 518 പേരാണ് ഉള്ളത്. തിങ്കളാഴ്ച ഉച്ചഭക്ഷണത്തിനു ശേഷമാണ് കൂടുതൽ പേർക്ക് അസ്വസ്ഥത തുടങ്ങിയതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. വൈകിട്ടോടെ ഒട്ടേറെ പേർ ക്ഷീണിതരായി തളർന്നു വീണു. പോലീസ് വാഹനങ്ങളിലും ആംബുലൻസുകളിലുമായാണ് വിദ്യാർത്ഥികളെ ആശുപത്രികളിലേക്ക് മാറ്റിയത്. കൂടുതൽ പേർക്കും കഠിനമായ വയറുവേദനയാണ്. ചിലർക്ക് ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടു. രാത്രിയോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 48 പേരെ പ്രവേശിപ്പിച്ചു. സൺറൈസർ ആശുപത്രിയിൽ 7 പേരും B&B ആശുപത്രിയിൽ 2 പേരുമുണ്ട്. ഈ മാസം 20-നാണ് ക്യാമ്പ് തുടങ്ങിയത്. ഞായറാഴ്ചയും ഏതാനും പേർക്ക് അസ്വസ്ഥതയുണ്ടായതായി കേഡറ്റുകൾ പറഞ്ഞു. ഞായറാഴ്ച ഉച്ചയ്ക്ക് ഊണിന് മീൻകറിയും മോരുമുണ്ടായിരുന്നു. ഇത് കഴിച്ചതിനു ശേഷമാണ് അസുഖമുണ്ടായതെന്ന് പറയപ്പെടുന്നു. ക്യാമ്പിലാകെ 518 പേരാണ് ഉള്ളത്. വടകരയിൽ നിർത്തിയിട്ട കാരവനിൽ 2 മൃതദേഹങ്ങൾ, ഒരാൾ പടിയിലും മറ്റൊരാൾ വാഹനത്തിനുള്ളിലും. കോഴിക്കോട്. വടകര പെരിൻപാലത്ത് റോഡരികിൽ നിർത്തിയിട്ട കാരവനിൽ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. മലപ്പുറം സ്വദേശി മനോജ്, കാസർകോട് സ്വദേശി ജോയൽ എന്നിവരാണ് മരിച്ചത്. പൊന്നാനിയിലെ കാരവൻ ടൂറിസം കമ്പനിയിലെ ഡ്രൈവറാണ് മരിച്ച മനോജ്. ഇതേ കമ്പനിയിൽ ജീവനക്കാരനാണ് ജോയൽ. വാഹനത്തിന്റെ മുന്നിലെ പടിയിലും പിൻഭാഗത്തുമായാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. 2 ദിവസമായി റോഡരികിൽ വാഹനം നിർത്തിയിട്ട നിലയിലായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് പ്രദേശവാസികൾക്ക് സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് വാഹനത്തിനുള്ളിൽ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഞായറാഴ്ച രാവിലെ വാഹനം ഇവിടെ ഒതുക്കിയ ശേഷമാകാം മരണം സംഭവിച്ചതെന്ന് പോലീസ് കരുതുന്നു. തലശ്ശേരിയിൽ വിവാഹത്തിനു ആളെ എത്തിച്ച ശേഷം പൊന്നാനിയിലേക്ക് മടങ്ങുകയായിരുന്നു ഇവരെന്ന് പോലീസ് പറയുന്നു. AC ഗ്യാസ് ലീക്കായതാകാം മരണകാരണമെന്നാണ് സംശയിക്കുന്നത്. കൊക്കിൽ ജീവനുണ്ടെങ്കിൽ അജിത് കുമാറിനെ DGP കസ്റ്റഡിയിൽ ഇരുത്തില്ല. ഗഗാറിൻ അവസാനത്തെ രക്തസാക്ഷി. മലപ്പുറം. തന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ MR അജിത് കുമാറിനെ DGP കസ്റ്റഡിയിൽ ഇരുത്തില്ലെന്നും പിണറായിയെയും P ശശിയെയും വെല്ലുവിളിക്കുന്നുവെന്നും TV അൻവർ MLA. കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ അന്വേഷണം നടത്താൻ കഴിഞ്ഞില്ല. ശശിക്കെതിരെയും അജിത് കുമാറിനെതിരെയും പരാതികൾ ഉന്നയിച്ച ഘട്ടത്തിൽ തന്നെ പൊതുപ്രസ്താവനകൾ അവസാനിപ്പിക്കണമെന്ന് പാർട്ടി പറഞ്ഞതാണ്. അതിനുശേഷം P ശശിയെയും അജിത് കുമാറിനെയും മുഖ്യമന്ത്രി ന്യായീകരിച്ചു. അജിത് കുമാറിനെ തൊടാൻ പിണറായി വിജയന് സാധിക്കില്ലെന്നും അൻവർ പറഞ്ഞു. അജിത് കുമാർ വിഷയത്തിൽ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞ നേതാവായിരുന്നു വയനാട് ജില്ലാ സെക്രട്ടറിയായിരുന്ന ഗഗാറിൻ. പിണറായിക്കെതിരെ ചെറുവിരൽ അനക്കിയാൽ അവർ പാർട്ടിയിൽ ഉണ്ടാവില്ല. അതാണ് വയനാട് കണ്ടത്. അവശതങ്ങളെ മുഴുവൻ പിണറായി ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ രക്തസാക്ഷിയാണ് P ഗഗാറിൻ. അജിത് കുമാർ മുഖ്യമന്ത്രിയെയും കൊണ്ടേ പോകും. RSSന്റെ കരാള ഹസ്തങ്ങളിൽ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഒതുങ്ങി. അൻവർ ആരോപിച്ചു. RSS നേതാക്കൾ പറയാൻ മടിക്കുന്നത് ഇവിടെ CPM നേതാക്കൾ പറയുന്നു. അജിത് കുമാർ വിഷയത്തിൽ ഉൾപ്പെടെ KT ജലീൽ കുറെ വീമ്പ് ഇറക്കിയിരുന്നു. എവിടെ പോയി KT ജലീൽ? ഇത്ര സംഭവങ്ങളുണ്ടായിട്ടും ജലീലിന് മറുപടിയില്ല. വിജയരാഘവന്റെ പ്രസ്താവനയിൽ KT ജലീലും V അബ്ദുറഹ്മാനും PTA റഹീമും ഒന്നും മിണ്ടുന്നില്ല. പറഞ്ഞത് ശരിയായില്ല എന്ന് പറയാൻ പോലും ഇവർ തയ്യാറായില്ല, അൻവർ പറഞ്ഞു. കാണ്ഡഹാർ വിമാനറാഞ്ചലിന് ഇന്നു കാൽനൂറ്റാണ്ട്. ഭരണകൂട വീഴ്ചയുടെ മറക്കാത്ത പാഠം. ന്യൂഡൽഹി. ഇന്ത്യയുടെ സുരക്ഷാ നയതന്ത്ര ചരിത്രത്തിൽ ഏറ്റവും മാനക്കേടുണ്ടാക്കിയ കാണ്ഡഹാർ വിമാനറാഞ്ചലിന് ഇന്നു കാൽനൂറ്റാണ്ട്. തട്ടിക്കൊണ്ടുപോയ ഇന്ത്യൻ വിമാനത്തെയും അതിലെ യാത്രക്കാരെയും രക്ഷപ്പെടുത്താൻ ഒട്ടേറെ അവസരങ്ങളുണ്ടായിട്ടും ഉപയോഗപ്പെടുത്താതെ ഭീകരരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നതാണ് മാനക്കേടുണ്ടാക്കിയത്.
1999 ഡിസംബർ 24 നേപ്പാളിലെ കഠ്മണ്ഡുവിൽ നിന്നു ഡൽഹിയിലേക്ക് 179 യാത്രക്കാരും 11 ജീവനക്കാരുമായി IC-814 എന്ന ഇന്ത്യൻ എയർലൈൻസ് വിമാനം പറന്നുയർന്ന ഉടൻ ഭീകരർ വിമാനം നിയന്ത്രണത്തിലാക്കി പാകിസ്ഥാനിലേക്കു പറക്കാനാവശ്യപ്പെട്ടു. പാക് അധികൃതർ അനുമതി നിഷേധിച്ചപ്പോൾ ഇന്ധനം നിറക്കാൻ പഞ്ചാബിലെ അമൃത്സറിൽ ഇറക്കി. ഇന്ത്യൻ അധികൃതരുടെ ആദ്യത്തെ പിഴവ് ഇവിടെയായിരുന്നു. അമൃത്സറിൽ വിമാനം എന്തെങ്കിലും കാരണം പറഞ്ഞു പിടിച്ചിട്ട് റാഞ്ചികളുമായി സംസാരിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തി. വിമാനം റാഞ്ചിയ കാര്യം അന്നത്തെ പ്രധാനമന്ത്രി AB വാജ്പേയിയെയോ ആഭ്യന്തരമന്ത്രി LK അഡ്വാനിയെയോ അറിയിക്കാൻ വൈകിയതാണ് പ്രധാന കാരണമായി പറയപ്പെടുന്നത്. കാബിനറ്റ് സെക്രട്ടറി അധ്യക്ഷനായ ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പ് പോലും വേണ്ടത്ര വേഗത്തിൽ യോഗം ചേർന്നില്ല. ഡൽഹിക്കടുത്തുള്ള മനേസറിൽ നിന്ന് അമൃത്സറിലേക്ക് രക്ഷാദൗത്യവുമായി പറക്കാൻ തയ്യാറായിരുന്ന NST കമാൻഡോകൾക്ക് അനുമതി ലഭിക്കാതിരുന്നതാണ് മറ്റൊരു പാളിച്ച. അമൃത്സറിലെ വിമാനത്താവള അധികൃതർ ഇന്ധനം നിറയ്ക്കുന്നതു കഴിയുന്നത്ര വൈകിച്ചതുപോലും മുതലാക്കാൻ കേന്ദ്രത്തിലെ അധികൃതർക്കായില്ല. അതിനിടെ റാഞ്ചികൾ യാത്രക്കാരെ ദേഹോപദ്രവം ഏൽപ്പിച്ചു തുടങ്ങിയതോടെ അധികൃതർ കൂടുതൽ സമ്മർദ്ദത്തിലായി. റാഞ്ചികളുടെ നിർബന്ധത്തിനു വഴങ്ങി പൈലറ്റ് ദേവി ശരൺ വിമാനം ലഹോറിലേക്ക് കൊണ്ടുപോയെങ്കിലും പാക് അധികൃതരുടെ നിസ്സഹകരണത്തെ തുടർന്ന് ദുബായിലേക്ക് പറന്നു. UAE അധികൃതരുടെ സഹകരണത്തോടെ മുറിവേറ്റ യാത്രക്കാരെയും കൊല്ലപ്പെട്ട ഒരു യാത്രക്കാരന്റെ മൃതദേഹവും റാഞ്ചികൾ വിട്ടുനൽകി. ദുബായിലേക്ക് കമാൻഡോകളെ അയച്ച് രക്ഷാദൗത്യത്തിന് ശ്രമിക്കാൻ ഇന്ത്യൻ അധികൃതർ ശ്രമിച്ചിരുന്നു. അതനുവദിക്കാൻ UAE തയ്യാറായില്ല. യാത്രക്കാർക്ക് ഭക്ഷണവുമായി പോകുന്ന ട്രക്കുകൾ ഉപയോഗിച്ച് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത് താമസിപ്പിക്കാം. ആ സമയത്ത് ചർച്ചകൾ നടത്തി മോചനത്തിന് ശ്രമിക്കാനാണ് ദുബായ് ആവശ്യപ്പെട്ടത്. ഇതിന് ഇന്ത്യൻ അധികൃതർ തയ്യാറായില്ലെന്നാണ് പറയപ്പെടുന്നത്. ഒടുവിൽ വിമാനം താലിബാൻ ഭരണത്തിലായിരുന്ന അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിലെത്തിയതോടെ ഇന്ത്യ തികച്ചും നിസ്സഹായാവസ്ഥയിലായി. കശ്മീരിലെ ജയിലുകളിൽ കഴിഞ്ഞിരുന്ന മസൂദ് അസ്ഹർ, ഒമർ ഷെയ്ഖ്, മുഷ്താഖ് സർദർ എന്നിവരെ വിട്ടുകൊടുത്താണ് വിമാനത്തെയും യാത്രക്കാരെയും മടക്കിക്കൊണ്ടുവന്നത്. മാത്രമല്ല, അവസാന ചർച്ചകൾക്കായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജസ്വന്ത് സിംഗ്, ഇന്റലിജൻസ് ബ്യൂറോ മേധാവി അജിത് ഡോവൽ, വിദേശകാര്യ സെക്രട്ടറി വിവേക് കഡ്ജു എന്നിവരുമായി പോയ വിമാനത്തിൽ തന്നെ റാഞ്ചികൾ ആവശ്യപ്പെട്ട 3 ഭീകരരെയും കൊണ്ടുപോകേണ്ടി വന്നതും നാണക്കേടുണ്ടാക്കി. സുരക്ഷാ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെയെല്ലാം നേരിടാൻ പാടില്ല എന്നതിന് ഉത്തമ ഉദാഹരണമായാണ് കാണ്ഡഹാർ സംഭവത്തെ ഇന്ന് കാണുന്നത്. അന്ന് മോചിപ്പിക്കപ്പെട്ട മസൂദ് അസ്ഹറാണ് പിന്നീട് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന രൂപീകരിച്ചത്. 2001 പാർലമെന്റ് ആക്രമണത്തിനു പിന്നിൽ പ്രവർത്തിച്ച പ്രധാന സംഘം ഇതായിരുന്നുവെന്നാണ് കരുതുന്നത്. പലരും പ്രതീക്ഷിച്ചിരുന്നതിനു വിപരീതമായി ഏതാനും പേരുടെ മേൽ പഴിചാരി അവരെ ബലിയാടുകളാക്കി മുഖം രക്ഷിക്കാൻ വാജ്പേയി ഭരണകൂടം ശ്രമിച്ചില്ല. പകരം സംഭവത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് അതേ ഉദ്യോഗസ്ഥരെ കൊണ്ട് ക്രൈസിസ് മാനേജ്മെന്റ് സംവിധാനം പരിഷ്കരിക്കാനാണ് അദ്ദേഹം മുതിർന്നത്. അതിനാൽ 2001 പാർലമെന്റ് ആക്രമണം ഉണ്ടായപ്പോൾ തികഞ്ഞ സമചിത്തയോടെ അതിനെ നേരിടാൻ ഭരണകൂടത്തിനു കഴിഞ്ഞു. മികച്ച പൊതു ശൗചാലയത്തിനുള്ള അവാർഡ് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കരസ്ഥമാക്കി. കോടഞ്ചേരി അന്താരാഷ്ട്ര ശൗചാലയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ മികച്ച ടേക്ക് എ ബ്രേക്ക് കമ്മ്യൂണിറ്റി സാനിറ്ററി കോംപ്ലക്സ് കളിൽ കോഴിക്കോട് ജില്ലയിൽ നിന്നും സംസ്ഥാന തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് മികച്ച ടേക്ക് എ ബ്രേക്കിനുള്ള പ്രശസ്തിപത്രം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശിയിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CB ചിരണ്ടായത്ത്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അംബിക മംഗലത്ത് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിലെ ടെക് എ ബ്രേക്കുകളിൽ നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ 2ലധികം വർഷങ്ങളായി നിർമ്മിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ചുവരുന്ന പൊതു ശൗചാലയങ്ങളെയാണ് സംസ്ഥാനതലത്തിലേക്ക് ശുപാർശ ചെയ്തിട്ടുള്ളത്. ചടങ്ങിൽ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഗൗതമൻ കാസ്, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് ജോർജ് KG, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല, ജില്ലാ ആസൂത്രണ സമിതി അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി ESA കൺവെൻഷൻ ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. കോടഞ്ചേരി ESA വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആശങ്കകളും ചർച്ച ചെയ്യാനും പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അംഗം ഫ്രാൻസിസ് ജോർജ് MPക്ക് നിവേദനങ്ങൾ നൽകാനും ഭാവി പരിപാടികൾ ആലോചിക്കാനുമായി പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ചേർന്ന കൺവെൻഷൻ ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. ESAയിൽ ഉൾപ്പെടുന്ന വില്ലേജുകളിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേന്ദ്ര മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പരിഹാരത്തിനായി ശ്രമിക്കുമെന്ന് MP ഉദ്ഘാടന സമ്മേളനത്തിൽ ഉറപ്പു നൽകി. പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി കോർഡിനേറ്ററും താമരശ്ശേരി രൂപത ചാൻസലറുമായ ഫാദർ സുബിൻ കവളക്കാട്ട് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി ജനറൽ കൺവീനർ ചാക്കോ കാളമ്പറമ്പിൽ വിഷയാവതരണം നടത്തി. സംസ്ഥാന സർക്കാർ നവംബർ 2 കേന്ദ്രത്തിന് സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് പഞ്ചായത്തുകൾക്കും ജനങ്ങൾക്കും അടിയന്തരമായി ലഭ്യമാക്കണമെന്ന് കൺവെൻഷനിൽ ആവശ്യമുയർന്നു. പാർലമെന്റിൽ നൽകിയ മറുപടി അനുസരിച്ച് 98 വില്ലേജുകളിലെ ഫോറസ്റ്റ് വിസ്തൃതി 8590 കിന്നി എന്നതിൽ വന്ന തെറ്റ് തിരുത്തണം. റവന്യൂ വില്ലേജുകളുടെ പേരിൽ ESA പ്രഖ്യാപനം എന്നത് ഉപേക്ഷിക്കണം. ജനസാന്ദ്രത കൂടിയതും ഫോറസ്റ്റ് ഏരിയ കുറഞ്ഞതുമായ മലബാറിലെ വില്ലേജുകളെ കൂടി ESA പരിധിയിൽ നിന്ന് ഒഴിവാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ കൺവെൻഷനിൽ ഉയർന്നു.
12 ജില്ലകളിലും 29 താലൂക്കുകളിലുമായി വ്യാപിച്ചു കിടക്കുന്ന 98 വില്ലേജുകളിലെ 30 ലക്ഷത്തിലധികം ജനങ്ങൾ നേരിടുന്ന ഈ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ കേരളത്തിലെ 28 എംപിമാർ കേന്ദ്രത്തിലും 140 എംഎൽഎമാർ കേരളത്തിലും ഈ വിഷയം ഉയർത്തി നീതി നടപ്പാക്കുവാൻ സർക്കാരുകളോട് ആവശ്യപ്പെടുന്നു. സംസ്ഥാന സർക്കാർ ഒളിച്ചുകളി അവസാനിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ കൺവെൻഷനിൽ ഉന്നയിച്ചു. അല്ലാത്തപക്ഷം നിയമപരമായ നടപടികളുമായി പോകേണ്ടി വരുമെന്നും ജനങ്ങൾ നീതിക്കായി തെരുവിലിറങ്ങേണ്ടി വരുമെന്നും കൺവെൻഷൻ സർക്കാരിനെ ഓർമ്മിപ്പിച്ചു. യോഗത്തിൽ കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് ചെമ്പകശ്ശേരി സ്വാഗത പ്രസംഗം നടത്തി. സമിതിയുടെ കോടഞ്ചേരി മേഖലാ കോർഡിനേറ്റർ ഫാദർ കുര്യാക്കോസ് ഐക്കുളമ്പിൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബോസ് ജേക്കബ്, തിരുവമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ, പുതുപ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിജു ഐസക്, കട്ടിപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രേംജി ജെയിംസ്, കെ എം പൗലോസ്, വിൻസെന്റ് വടക്കേമുറി, അബൂബക്കർ മൗലവി എന്നിവർ സംസാരിച്ചു. കത്തോലിക്ക കോൺഗ്രസിന്റെ തിരുവമ്പാടി, നെല്ലിക്കുയിൽ, കോടഞ്ചേരി, പുതുപ്പാടി വില്ലേജുകളിലെ മേഖലാ ഭാരവാഹികളുടെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും നേതൃത്വത്തിലും പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലും മറ്റ് വിവിധ സംഘടനാ പ്രതിനിധികളുടെ നേതൃത്വത്തിലും വില്ലേജുകളിൽ നിന്ന് എത്തിയവർ ആശങ്കകൾ അറിയിച്ചുകൊണ്ട് എംപിക്ക് നേരിട്ട് നിവേദനങ്ങൾ നൽകി. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, വിവിധ സംഘടനാ നേതാക്കന്മാർ, പൊതുജനങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഷിനോയ് അടക്കാപ്പാറ നന്ദി പറഞ്ഞു. കോടഞ്ചേരിയിൽ കെ കരുണാകരൻ അനുസ്മരണം നടത്തി. കോടഞ്ചേരി ലീഡർ കെ കരുണാകരൻ അനുസ്മരണം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സമുചിതമായി ആചരിച്ച് സർവമ പ്രാർത്ഥനയും പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി. അനുസ്മരണ സമ്മേളനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോബി ഇലന്തൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിൻസെന്റ് വടക്കേമുറിയിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റോയി കുന്നപ്പള്ളി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ജോസ് പൈക, ടോമി ഇല്ലിമൂട്ടിൽ, ആനി ജോൺ, ബിനു പാലാത്തറ, അന്നക്കുട്ടി ദേവസ്യ, റെജി തമ്പി, ബേബി കളപ്പുര, ബാബു പെരിയപ്പുറം, ഭാസ്കരൻ പട്ടരാട്ട്, ബാലകൃഷ്ണൻ തീക്കുന്നേൽ, വാസുദേവൻ ഞാറ്റുകാലായിൽ, ലീലാമ്മ കണ്ടത്തിൽ, സരോജ ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. പാലക്കാട് സ്കൂളിലെ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും തകർത്തതിൽ AKCC പ്രതിഷേധിച്ചു. കോടഞ്ചേരി, പാലക്കാട് തത്തമംഗലത്ത് GBUP സ്കൂളിൽ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ക്രിസ്മസിനായി ഒരുക്കിയ രൂപങ്ങളും നക്ഷത്രങ്ങളും നശിപ്പിച്ചതിൽ കത്തോലിക്ക കോൺഗ്രസ് AKCC കോടഞ്ചേരി യൂണിറ്റ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. പാലക്കാട് ജില്ലയിൽ തന്നെ നേരത്തെ സ്കൂളിൽ കരോൾ നടത്തിയപ്പോഴും തടയുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ അവസരത്തിൽ പോലീസ് കൃത്യമായി അന്വേഷണം നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. പ്രതിഷേധ യോഗത്തിൽ കോടഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് ഷാജു കരിമടത്തിൽ, ബിബിൻ കുന്നത്ത്, ജോജോ പള്ളിക്കാമടത്തിൽ, ജെയിംസ് വെട്ടുകല്ലും പുറത്ത്, ഷിജി അവനൂർ എന്നിവർ സംസാരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.